പക്ഷെ ഈ പെണ്ണിന് വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടൊക്കെ കണ്ട ശേഷം പണമുള്ള ടീം എന്നില്ല വന്നപ്പോൾ വേറെ വേണ്ടവർ പോയി. പക്ഷെ നെഞ്ചിന് ഞാൻ പച്ച കുത്തിയില്ല, ആതിര വന്നു. പക്ഷെ അവൾ എന്നെ തേച്ചിട്ട് പോയി. വേറെ കല്യാണം കഴിഞ്ഞിട്ട് അവരും ഡൈവേഴ്സിന് വേണ്ടി നിൽക്കുക ഒരു പെണ്ണായിരുന്നു. ചേട്ടന്റെ ആദ്യത്തെ പ്രണയമാണോ? ആദ്യത്തെ പ്രണയമല്ല, ഞാനും രണ്ടാമത്തെ വിവാഹം തന്നെയാണ്. വേറെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം എന്താ പറഞ്ഞാൽ ആ പെണ്ണ് എൻ്റെ ഭാര്യയെന്നും പറയാൻ പറ്റില്ല. അവൾ എന്നെ അത്രയും പറ്റിച്ചിട്ടുമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ അവിടെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതുവരെ ശാരീരിക ബന്ധമായിട്ട് ഒന്നുമില്ല. എന്താണെന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ എറണാകുളത്ത് ചെമ്മീൻ കമ്പനിയിൽ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഇവളും അവിടെ വർക്കിന് വന്നിട്ടാണ്. അവളുടെ പേര് ഞാൻ പച്ചക്ക് പറയാം, അവളുടെ പേര് ആതിര. ഇടുക്കിയിലാണ് അവളുടെ പേര്. അവളും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലും പല ഫേമസ് ഒക്കെ തന്നെ. പക്ഷെ എനിക്ക് ഇവൻ്റെ കഥകൾ അറിയില്ല. പക്ഷെ ഈ പെണ്ണിന് വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരൻ ചെക്കനാണല്ലോ. എൻ്റെ കഴുത്തിൽ ഒരു ചങ്ങലി ഇതൊക്കെ കണ്ടപ്പോൾ ചെക്കൻ ചുള്ളനാണ്, അവനെ സ്നേഹിക്കാൻ. എന്നിട്ട് എന്നെ സ്നേഹിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അത് 2 ദിവസം എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വീടൊക്കെ കണ്ട ശേഷം പണമുള്ള ടീം എന്നില്ല വന്നപ്പോൾ വേറെ വേണ്ടവർ പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊല്ലത്ത് പിന്നെ പണിക്ക് പോയി. അവിടെ വെച്ചാണ് ഞാൻ അവളോട് അവസാനമായിട്ട് കണ്ടത്. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ 6 വർഷമായി അവള് ഇതായിട്ട്. അവളിന് വേണ്ടിയിട്ട് ഞാൻ പച്ച വരെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിക്കോ? ഇത് ഞാൻ വായിച്ചു. ഇവളിനെ കല്യാണം കഴിച്ചപ്പോൾ അവൾ പേര് വേണ്ട വേണ്ടി ഇത് വായിച്ചു. പക്ഷെ നെഞ്ചിന് ഞാൻ പച്ച കുത്തിയില്ല. ആതിര വന്നിട്ട് നെഞ്ചിന് ഞാൻ പച്ച കുത്തിയില്ല. പക്ഷെ അവൾ എന്നെ തേച്ചിട്ട് പോയി. അതൊക്കെ കാരണം എൻ്റെ ഏട്ടനും എൻ്റെ വീട്ടുകാർക്ക് എന്നോട് വെറുപ്പായി. ഇപ്പൊ ഞാൻ 2ാമത് കല്യാണം കഴിച്ചില്ലേ, അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമായി. പക്ഷെ അവളിനെ എൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു, ഇവളിനെ അതുപോലെ ഏറ്റെടുത്തു. പക്ഷെ അത് എൻ്റെ ഏട്ടന് വലിയ ഷോക്കായി മാറി. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ഷോക്കായി. അവനെയും തെറ്റുന്ന കാര്യമൊന്നുമില്ല, ആരായാലും അങ്ങനെ തോന്നും. ഇതുവരെ എൻ്റെ ഏട്ടനെയും ഞാൻ കുറ്റപ്പെടുത്തിയില്ല, എൻ്റെ അമ്മനെയും അച്ഛനെയും കുറ്റപ്പെടുത്തില്ല. ഞാൻ ചെയ്ത് തെറ്റ് തന്നെ. പക്ഷെ ഈ പെണ്ണ് എന്നെ ചതിച്ചതാ. ഈ പെണ്ണിന് വേറെ കല്യാണം കഴിഞ്ഞിട്ട് അവരും ഡൈവേഴ്സിന് വേണ്ടി നിൽക്കുക ഒരു പെണ്ണായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ കല്യാണം കഴിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവള് വേണ്ട വെക്കുകയായിരുന്നു. അവള് എന്നെ വേണ്ട വെക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കുട്ടീനെയും നിന്നെയും ഞാൻ ഏറ്റെടുക്കാം എന്ന് ഞാൻ പറയും ചെയ്തു. പക്ഷെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവര് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഡൈവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ വേണ്ട വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടില്ലേ, ഒരു 3-4 ലക്ഷം കിട്ടുന്നില്ലാണ്ടാവില്ലേ. അപ്പൊ അവർക്ക് എന്ത് തോന്നി, എന്നെ അങ്ങനെ വേണ്ട വെക്കണം. ഇപ്പോഴും എൻ്റെ പഞ്ചായത്ത് അവളുടെ പേരും എൻ്റെ പേരും